നമസ്കാരം. എൻ്റെ ഹൃദയത്തിൽ കാബ, കണ്ണിൽ മദീന എന്നൊക്കെ പാടി നടന്നിരുന്ന തൃണമൂൽ കോൺഗ്രസ്സിലെ ചില യുവ തുർക്കിണികൾ ഇപ്പോൾ അങ്ങേര് അമി സുവേന്ദു അധികാരി എന്ന് പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപ് ജയ് ഹനുമാൻ ജ്ഞാന ഗുണസാഗർ ജയ് കപീഷ് ത്രിലോഹ് ഉജാഗർ രാമദൂത് അതുലിത് ബലിതാമ അഞ്ജനിപുത്ര പവനസുധനാമ മഹാബീർ വിക്രമ ബജ്രംഗി കുമതി നിവാരണ സുമതിക്ക് സംഗി എന്ന തരത്തിൽ ഹനുമാൻ ചാലീസ ജപിച്ചു തുടങ്ങിയിട്ടുണ്ട്. വേറെ ആരുമല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ ലോക്സഭാ എം പി ആയ സയോനി ഘോഷ്. സയോനി ഘോഷ് എന്നുള്ളത് ഒരു മുൻകാല നടിയാണ്. നടി എന്നുള്ള ഏത് തരത്തിൽ പ്രസിദ്ധയായ സത്യജിത് റേയുടെ പിൻഗാമികളുടെ ചിത്രത്തിൽ അഭിനയിച്ചിരുന്ന നടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചരിത്രഹീൻ പോലുള്ള ഒരു സവിതാ ബാബി നിലവാരത്തിലുള്ള വെബ് സീരീസിൽ അഭിനയിച്ചിരുന്നൊരു നടിയാണ്. ഈ അഭിഷേക് മുഖർജിയുടെ, മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയുടെ, ഞാൻ മുഖർജി എന്നാണ് തൊട്ട് മുമ്പ് പറഞ്ഞതെന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ ക്ഷമിക്കണം, അഭിഷേക് ബാനർജിയുടെ ഡയമണ്ട് ഹാർബർ സംഘം എന്നുള്ളൊരു, ഡയമണ്ട് ഹാർബർ ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറയപ്പെടുന്നൊരു സംഘമുണ്ട്. തൃണമൂലിലെ ഇപ്പോൾ 2 ചേരിയായി തിരിഞ്ഞു നിൽക്കുന്ന സംഘത്തിലെ പ്രധാന സംഘം, അതായത് അധികാരം ഇപ്പോൾ കൈയാളുന്ന സംഘത്തിലെ ഒരു അംഗമാണ് ഈ സയോനി ഘോഷ്. മറ്റ് അംഗങ്ങൾ ഈ ഡയമണ്ട് ഹാർബർ ഗ്യാങ്ങിലെ അല്ലെങ്കിൽ ബോയ്സ് ആൻഡ് ഗേൾസിലെ മറ്റംഗങ്ങൾ മഹുവ മൊയ്ത്ര, സാഗരിക ഘോഷ്, ഡെറിക് ഒബ്രയൻ തുടങ്ങിയ വ്യക്തികളാണ്. മറ്റൊരു വീഡിയോയിൽ തന്നെ ഞാനിത് പശ്ചിമ ബംഗാളുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിൽ, ചന്ദ്രനാഥ് റത്തിൻ്റെ വധവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഡയമണ്ട് ഹാർബർ ഗ്യാങ്ങിലെ ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ ഒരു പ്രധാന സ്വഭാവം അല്ലെങ്കിൽ ഒരു സമാന സ്വഭാവം ഇവരിലെല്ലാം ഉള്ളത് നരേന്ദ്രമോദിയെ ഒരു സോഫ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ അസഭ്യം പറയുക എന്നുള്ളതാണ്. സയോനി ഘോഷ് അതിൽ നിന്ന് വ്യത്യസ്തയാണ്. ഒരൽപ്പം ഗ്രാമ്യമായ ഭാഷയിൽ, അത്ര ഒരു ഉയർന്ന തലത്തിലെന്ന് സമൂഹം അംഗീകരിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് ആക്സെൻ്റുള്ള ആംഗലേയം ഇവർക്ക് വശമില്ല. അവർ ഗ്രാമ്യമായ ബംഗാളിയിലും ഹിന്ദിയിലുമെല്ലാം അത്യാവശ്യം ആംഗലേയം സംസാരിക്കും. എന്നാൽ ഇവർ ഇന്ത്യൻ ആക്സെൻറ്റോടു കൂടിയാണ്. ഒരു മാതൃഭാഷയുടെ സ്വാധീനം അതിൽ കാണാം. ആ ഭാഷയിൽ അവരെ കൊണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവരെക്കാൾ നന്നായി തന്നെ നരേന്ദ്രമോദി അസഭ്യം പറയാറുണ്ട്. അതാണ് അവരുടെ ഒരു പശ്ചാത്തലം. അപ്പോൾ ഇവരുടെ കാര്യം എന്താണ് എടുത്തു പറഞ്ഞതെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല, പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ ശരീരഭാഷയും ഒരു വർത്തമാന ഭാഷയും എല്ലാം ആകെ മാറിമറിയുകയാണ്. മമതാ ബാനർജിയുടെ ഭാഷ തന്നെ മാറിമറിയുകയാണ്. ഈ കഴിഞ്ഞ ദിവസം സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജന്മദിനമായിരുന്നു. 2025 അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ മമതാ ബാനർജി അദ്ദേഹത്തിന് ബഹുമാനമർപ്പിച്ച അല്ലെങ്കിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് അദ്ദേഹത്തെ സ്മരിച്ച ഒരു ചിത്രം പ്രേക്ഷകരൊന്ന് ഗൂഗിളിൽ തിരഞ്ഞു നോക്കുക. 2025 രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു ചെറിയ ചിത്രം താഴെ ഒരു സ്റ്റൂളിൽ വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ മമതാ ബാനർജിയുടെ ഒരു വലിയ കട്ടൗട്ട്, നമ്മുടെ വിജയുടെയും രജനീകാന്തിൻ്റെയൊക്കെ കട്ടൗട്ടുകൾ തമിഴന്മാർ വയ്ക്കില്ലേ, അത്രയും വലിയൊരു കട്ടൗട്ട്, അത് വെച്ചിട്ടാണ് മമതാ ബാനർജി അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കിയത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ജന്മദിനത്തിൽ. ഈ ജന്മദിനത്തിൽ മമതാ ബാനർജിയുടെ ചിത്രമില്ല, വലിയൊരു കട്ടൗട്ടിൽ രവീന്ദ്രനാഥ ടാഗോർ. അതിനു മുമ്പിൽ നിന്ന് മമതാ ബാനർജി കെഞ്ചുകയാണ്, കേഴുകയാണ്. പശ്ചിമ ബംഗാളിലുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എന്തിന് തീവ്ര ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ഒന്നിക്കണം BJP എതിർക്കുവാനെന്നുള്ളത്. ഇവരെല്ലാം ഏകസ്വരത്തിൽ തന്നെ നടക്കില്ല അമ്മച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസ്സുകാർ അവരുടെ ഒരുപാട് പ്രവർത്തകരെ തൃണമൂൽ കോൺഗ്രസ്സുകാർ കൊന്നു. ഇടതുപക്ഷ പാർട്ടികൾ പറയുന്നത് അവരുടെ ഏതാണ്ട് 500ഓളം പ്രവർത്തകരെ ഇവർ ക്ഷണിച്ച തീവ്ര മാവോയിസ്റ്റുകൾ കൊന്നിട്ടുണ്ട്. അത് അവരെ ക്ഷണിക്കുന്ന നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജിയുടെ ഭാഷയെ മാറി അഭിഷേക് ബാനർജിയുടെ കാര്യം പറയുമ്പോൾ ഒരു പ്രദേശം, അരംഗ്ബാദ്, ഗോഹട്ട്, കാനാഖുൾ, പരശുര, ഒരിക്കൽ കൂടി വായിക്കാം. 4 പ്രദേശങ്ങൾ, അരംഗ്ബാദ്, ഗോഹട്ട്, കാനാഖുൾ, പരശുര. ഈ 4 പ്രദേശങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഒരു വാഹനത്തിൻ്റെ മുകളിൽ കയറി നിന്ന് വൻ ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഈ അരംഗ്ബാഗ്, ഗോഹാട്ട്, കാനാഖുൾ, പരശുര ഈ 4 പ്രദേശങ്ങളും ഞങ്ങൾക്ക് നിയോജക മണ്ഡലങ്ങളും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, അതായത് 2021 തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതായത് തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. അന്ന് ഞങ്ങൾ നിങ്ങളെ വെറുതെ വിട്ടത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായാൽ ഞാൻ തന്നെ
നിങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ചുമതല ഏറ്റെടുക്കും. മെയ് 4-ാം തീയതി അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഈ ജല്ലാദുമാരെന്ന് പറഞ്ഞാൽ അറവുകാർ അല്ലെങ്കിൽ ക്രൂരന്മാർ, ബാർബേറിയൻസ് എന്നുള്ളതിൻ്റെ ഒരു ഉറുദു പദമാണ്. ഈ ജല്ലാദുമാർ, അദ്ദേഹം ഉദ്ദേശിച്ചത് CRPFകാരെയാണ്. ഈ ജല്ലാദുമാരോ നിങ്ങളുടെ ഡൽഹിയിലെ ഗോഡ് ഫാദർമാരോ, അമിത്ഷായാണ് ഉദ്ദേശിച്ചത്, നിങ്ങളെ സംരക്ഷിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയ വ്യക്തിയാണ് അഭിഷേക് ബാനർജി. തന്നെയുമല്ല, അമിത്ഷായെ വെല്ലുവിളിച്ചതാണ്. മെയ് 4-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം കൽക്കട്ടയിൽ നിൽക്കുവാനുള്ള ധൈര്യം കാണിക്കൂ നിങ്ങൾ, അന്ന് ഞാൻ നിങ്ങളെ കണ്ടുകൊള്ളാം. ഇങ്ങനെ പറഞ്ഞിരുന്ന അഭിഷേക് ബാനർജി ഇപ്പോൾ ഒളിവിലാണ്. ചന്ദ്രനാഥ് റത്തിൻ്റെ വധത്തിൽ അദ്ദേഹം സംശയിക്കപ്പെടുന്നു എന്നുള്ള കാര്യം വേറെ. തന്നെയുമല്ല, അടി കിട്ടുമെന്ന് പേടിച്ച് ഒളിവിലാണ് ആളെവിടെയാണെന്ന് ആർക്കും അറിയില്ല. BJP പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ചെന്ന് അക്രമം ഒന്നും ചെയ്തില്ല. കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ BJPയുടെ കൊടി സ്ഥാപിച്ചു. എന്നിട്ട് പോലും അദ്ദേഹം പ്രതികരിക്കുവാനോ ഒന്നും തയ്യാറായില്ല. ഇടയ്ക്ക് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം 5-ാം തീയതിയോ 6-ാം തീയതിയോ മറ്റോ 1-2 ഇടങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മാധ്യമപ്രവർത്തകർ അമിത്ഷായോട് നടത്തിയ വെല്ലുവിളിയെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ അത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂടിൽ പറഞ്ഞു പോയതല്ലേ. അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ പെരുമാറേണ്ടത്. എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വം മുഴുവനായി കൽക്കട്ടയിൽ വരണമെന്നുള്ളതാണ്. അത് അങ്ങനെ ഞാൻ വെല്ലുവിളിച്ചത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വളരെ വിനീതനായി ഞാൻ ആ തെറ്റ് സമ്മതിക്കുന്നു, അതിൻ്റെ എല്ലാ കുറ്റങ്ങളും ഞാൻ സ്വീകരിക്കുന്നു എന്ന് വളരെ വ്യത്യസ്തമായൊരു ശരീരഭാഷയായിരുന്നു അഭിഷേക് ബാനർജിയുടെ തന്നെ. റിജു ദത്ത തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താക്കളിൽ ഒരാളായിരുന്നു. റിപ്പബ്ലിക് TVയിലൊക്കെ തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പോയി സംസാരിച്ച് അർണബ് ഗോസ്വാമിയോടൊക്കെ പോരടിച്ച് ഷഹസീൻ പൂനാവാലയുമൊക്കെയായി പോരടിച്ച് വെല്ലുവിളികൾ നടത്തി ചിലപ്പോൾ അസഭ്യവർഷം നടത്തി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അജയ് പാൽ ശർമ്മ ഉൾപ്പെടെയുള്ള UPയിലെ സിംഗം തിരഞ്ഞെടുപ്പ് സമയത്ത് പശ്ചിമ ബംഗാളിൻ്റെ സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി തിരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ നിങ്ങളുടെ പേരിൽ കേസ് നൽകും, പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് കോടതിയിൽ നിർത്തി നിയമപരമായി തന്നെ നിങ്ങളെ നേരിടും. അതായത് പിടിച്ചു വലിച്ചു കൊണ്ടുവരും, നിയമപരമെന്നൊക്കെ പറയുന്നത് പുറംപൂച്ചാണ്, ഒരു ആലങ്കാരികമായി പറയുന്നതാണ്. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും നിങ്ങളുടെ സ്വാമിമാർ നിങ്ങളെ രക്ഷിക്കില്ല, അവർക്ക് രക്ഷിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഭീഷണി ഉയർത്തിയ അദ്ദേഹം സുവേന്ദു അധികാരിയെ പറയാത്ത അസഭ്യങ്ങളൊന്നുമില്ല. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് ഒരു നിമിഷം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു വീഡിയോ പുറത്തുവിട്ടു. സുവേന്ദു അത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നതാണ്, മാപ്പ് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ. മറ്റൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല, ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവക്താവ് മാത്രമല്ല, അദ്ദേഹം ഒരു MLA സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയും കൂടിയാണ്. ഒരു മുസ്ലിം നാമധാരിയാണ്, ബംഗ്ലാദേശിയാണോ എന്നറിയില്ല, ഇനി SIRൽ പെട്ടിട്ടില്ല, ഇനി പെടുമോ എന്നും അറിയില്ല, സുവേന്ദു അധികാരി നാട് കടത്തുമോ എന്നും അറിയില്ല. തിരഞ്ഞെടുപ്പ് പരാജയം ഉറപ്പായതിൻ്റെ അന്ന് രാത്രി റിപ്പബ്ലിക് TVയിൽ വന്നിരുന്ന് എന്നെ നിങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ വക്താവെന്ന് പറയരുത്, ഞാൻ എപ്പോഴും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു, ഷഹസീൻ പൂനാവാലയും അർണബ് ഗോസ്വാമിയും ചിരിച്ച് തലതല്ലി, ഇതെപ്പോൾ സംഭവിച്ചു, ഒരു ഞൊടി കൊണ്ട് ഇതൊക്കെ സംഭവിച്ചോ എന്ന് പറഞ്ഞ് ചിരിച്ച് തല്ലിച്ചിരിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഇനി ഡയമണ്ട് ഹാർബർ ഗ്യാങ്ങിലേക്ക് വന്നാൽ, ഡെറിക് ഓബ്രയൻ നരേന്ദ്രമോദി മെയ് 4-ാം തീയതി വരുമ്പോൾ നരേന്ദർ വിൽ യു റിസൈൻ എന്നൊക്കെ ചോദിച്ച് ഒരു സിനിമ സ്റ്റൈൽ വീഡിയോ ഒക്കെ പുറത്തുവിട്ടിരുന്നു മുൻപ്. ഇപ്പോൾ ആളൊളിവിലാണ്. മഹുവ മൊയ്ത്രയും സയോനി ഘോഷും അവരുടെ ഭാഷ പതിയെ മാറ്റി തുടങ്ങി. ഞങ്ങൾ ജനവിധി സ്വീകരിക്കുന്നു, ആലോചിക്കുക, കൃത്യമായി മനസ്സിലാക്കുക. മമതാ ബാനർജി തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിരസിച്ച് ഞാൻ സ്ഥാനമൊഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഇവരിത് പറയുന്നത്, ജനവിധി ഞങ്ങൾ സ്വീകരിക്കുന്നു. എന്നിട്ട് അവസാനം ഒരു വരി ഇവർ രണ്ടുപേരും എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ മമതാ ബാനർജിക്ക് ഒപ്പമാണ്. അതൊരു ഔപചാരികതയ്ക്ക് വേണ്ടി. പക്ഷേ അവരുടെ ശരീരഭാഷ, മഹുവ മൈത്രയൊക്കെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ലോക്സഭയ്ക്കകത്തും പുറത്തും എല്ലാം വളരെ എപ്പോഴും ഒരു യുദ്ധസന്നദ്ധയായി നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അവരുടെ. ഓൾവേസ് ബെലിജറൻ്റ് എന്ന് പറയുന്ന പോലെ എപ്പോഴും യുദ്ധസന്നദ്ധ. അതും നരേന്ദ്രമോദിക്ക് നേരെ അസഭ്യവർഷം നടത്തി ആരെയും എന്താംഗ്യവും അശ്ലീലാംഗ്യം കാണിക്കുകയും അശ്ലീലം പറയുകയും ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാത്തൊരു സ്ത്രീയായിരുന്നു. ഇപ്പോൾ അവരുടെ ശരീരഭാഷ കണ്ടാൽ ഇത് മഹുവ മൊയ്ത്രയാണെന്ന് നാം വിശ്വസിക്കില്ല. അത്തരത്തിലാണ് അവരിലുണ്ടായ മാറ്റം. കാരണം പശ്ചിമ ബംഗാളിൽ പ്രശ്നമാണെന്ന് അവർക്കറിയാം, സയോനി ഘോഷിനും അതറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരഭാഷ മുഴുവനായി മാറിയിട്ടുണ്ട്. പല തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ അഭിഷേക് ബാനർജിയെ കുറ്റം പറഞ്ഞു തുടങ്ങി, മമതാ ബാനർജിയെ കുറ്റം പറഞ്ഞു തുടങ്ങി. കുടുംബാധിപത്യമാണ്, അഴിമതിയാണ് ഈ പരാജയങ്ങൾക്ക് കാരണമായത് എന്നുള്ള ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചു തുടങ്ങി. 5ഓളം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക്
മമതാ ബാനർജി വീട്ടിൽ വേറെ ജോലിയൊന്നും ഇല്ലാതിരിക്കുകയാണല്ലോ, കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു തുടങ്ങി. ഈ റിജു ദത്തെ പുറത്താക്കി. റിജു ദത്ത പുറത്തു വന്ന് ഇവരുടെ കമ്മീഷൻ ഐപാക്, ആ തിരഞ്ഞെടുപ്പ് കൺസൾട്ടൻസ് ഏജൻസി ഉണ്ടല്ലോ, അവരായിരുന്നു കഴിഞ്ഞ 4 മാസങ്ങളായി കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അവർ ഗുണ്ടകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ അടുത്ത് 5 കോടി രൂപ ചോദിച്ചു, എൻ്റെ അടുത്ത് 25 കോടി രൂപ ചോദിച്ചു തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കെട്ടഴിച്ചു വിടുകയാണ്. അതുകൊണ്ട് തന്നെ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിലാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ കാര്യങ്ങൾ. അതുപോലെ തന്നെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മമതാ ബാനർജി അന്താരാഷ്ട്ര കോടതിയിൽ പോകും എന്നുള്ള പ്രതീക്ഷകളൊക്കെയായി പങ്കുവെച്ച് ആശകളായി ഇറക്കി കഴിയുന്നുണ്ടായിരുന്നു. അതൊന്നും നടക്കുവാൻ പോകുന്നില്ല. മമതാ ബാനർജി ഏതാണ്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് പതിച്ച അവസ്ഥയിലാണ്. അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാമെന്ന പ്രതീക്ഷയിൽ അവരെയെല്ലാം ചർച്ചയ്ക്ക് വിളിച്ചു. അഖിലേഷ് യാദവ് മാത്രം വന്നു, കണ്ടു, അവരെ ഒരു ഷോൾ അണിയിച്ചു. ഡെറിക് ഓബ്രയൻ അവസാനമായി അഖിലേഷ് യാദവിനൊപ്പമാണ് പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അവിടെ നിന്ന് ദീദി പറഞ്ഞത് ശരിയാണ്, വോട്ട് ചോരി നടന്നിട്ടുണ്ട്, ഞാനിത് പണ്ടേ പറഞ്ഞതാണ് എന്നൊരു ഒഴുക്കൻ പ്രസ്താവന നടത്തി. അഖിലേഷ് യാദവിൻ്റെ വഴിക്ക് പോയി. കാരണം അഖിലേഷ് യാദവിനെ സംബന്ധിച്ച് യു-പിയിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. സമാജ്വാദി പാർട്ടി നിലനിർത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹം പെടുന്ന പാട് അദ്ദേഹത്തിന് അറിയാം. അപ്പോഴല്ലേ ഇവരുമായി ചേർന്ന് ഇന്ത്യ സഖ്യമുണ്ടാക്കുവാൻ പോകുന്നത്. കോൺഗ്രസുമായി മമതാ ബാനർജി പൂർണ്ണമായി തന്നെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അകന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പശ്ചിമ ബംഗാളിൽ നടത്തിയ പ്രചരണം തൃണമൂൽ കോൺഗ്രസിന് ഉന്നം വെച്ചായിരുന്നു നടത്തിയിരുന്നത്. BJPയുടെ ഏജൻ്റാണ് രാഹുൽ ഗാന്ധി എന്ന സംശയം സ്ഥിരീകരിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം. അദ്ദേഹം പറഞ്ഞത് മമതാ ബാനർജിയുടെ അഴിമതി ഭരണമാണ് BJPക്ക് പശ്ചിമ ബംഗാളിലേക്കുള്ള വഴി തുറന്നു കൊടുത്തത്. മമതാ ബാനർജിക്ക് ഒരിക്കലും BJP എതിർക്കുവാൻ കഴിയില്ല തുടങ്ങിയ പ്രസ്താവനകൾ. നരേന്ദ്രമോദി പോലും ഇത്രയും ആവേശത്തോടു കൂടി മമതാ ബാനർജിയെ വിമർശിച്ചിട്ടുണ്ടാവില്ല. അമിത്ഷാ പോലും വിമർശിച്ചിട്ടുണ്ടാവില്ല. എന്തിന് സുവേന്ദു അധികാരി പോലും ഇത്രയും ആവേശത്തോടെ വിമർശിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും രാഹുൽ ഗാന്ധി കാറിലിരുന്ന് ചെയ്തൊരു വീഡിയോ ഉണ്ട്. മമതാജിയുടെ ഭരണം നന്നായിരുന്നെങ്കിൽ BJP പശ്ചിമ ബംഗാളിലേക്ക് വരില്ലായിരുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമോ ഒരു ദിവസം മുൻപോ, തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് വിലക്ക് വരുന്നതിന് ഒരു ദിവസം മുൻപാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വീഡിയോ വൈറലായ അത്രയും ആ വീഡിയോ പുറത്തു വന്നതിൻ്റെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരു തിരഞ്ഞെടുപ്പ് വീഡിയോയും വൈറലായിട്ടില്ല. ഒരുപാട് നഷ്ടം തൃണമൂൽ കോൺഗ്രസിന് ആ വീഡിയോ കാരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മറ്റ് കാരണങ്ങളുമുണ്ട്, പക്ഷേ അവസാന നിമിഷത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ തൃണമൂൽ കോൺഗ്രസിന് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അർബൻ ഏരിയ എന്ന് പറയുന്ന കൽക്കട്ട പോലുള്ള നഗരപ്രദേശങ്ങളിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ തൃണമൂൽ കോൺഗ്രസിന് ആ വീഡിയോ വരുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കിണ്ടി മുന്നണിയായി സ്റ്റാലിൻ്റെ കാര്യം അറിയാമല്ലോ. തമിഴ്നാട്ടിൽ കോൺഗ്രസ്സുകാരെ കിട്ടുന്നിടത്ത് വെച്ച് പൊട്ടിക്കുകയാണ് DMK പ്രവർത്തകർ. സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയെ കൈപ്പാങ്ങിന് കിട്ടിയാൽ, തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ കൈപ്പാങ്ങിന് കിട്ടിയാൽ പൊട്ടിച്ച് തന്നെ വിടുകയുള്ളൂ. അതാണ് ഏതാണ്ട് ഉള്ളൊരവസ്ഥ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം എന്തായാലും ഒരു കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി നടത്തിയ അനൗപചാരികമായിട്ടുള്ളൊരു ചർച്ചയിൽ അദ്ദേഹം ഗുണ്ടകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേ തുടർന്ന് പോലീസുകാർ ഞങ്ങൾ എപ്പോഴും എടുക്കാൻ തയ്യാറാണ് സാർ എന്നുള്ള രീതിയിൽ നേരെ മുർഷിദാബാദിലേക്ക് ചെല്ലുന്നു. ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ വീട് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുന്നു. 3 പിസ്റ്റലുകളും 108 വെടിയുണ്ടകളും പിടിച്ചെടുക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കസ്റ്റഡിയിലെടുക്കുന്നു. ഇനിയും 2 പ്രതികളുണ്ട്. അവർ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്, രക്ഷപ്പെട്ടു, ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് ഭാഷ്യം. വണ്ടി മറിയുമോ എന്ന് അറിയില്ല. പോലീസ് നടപടി സുവേന്ദു അധികാരി പറഞ്ഞു തീരുന്നതിന് മുമ്പ് തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും വേട്ട തുടങ്ങിക്കഴിഞ്ഞു. വേട്ട ആരംഭമായിടിച്ച് എന്തായാലും ഈ എൻ്റെ ഹൃദയത്തിൽ കാബ കണ്ണിൽ മദീന എന്ന പാട്ടിൽ നിന്ന് ഹനുമാൻ ചാലീസയിലേക്ക് പശ്ചിമ ബംഗാൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യോഗി പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാൾ കാബയുടെയോ മദീനയുടെയോ ഭൂമിയല്ല, ഭൂമിയാകുവാൻ ഞങ്ങൾ സമ്മതിക്കുകയുമില്ല. ഇത് മഹാകാളിയുടെ മണ്ണാണ്, മഹാദേവൻ്റെ മണ്ണാണ്, മഹാകാലൻ്റെ മണ്ണാണ്, അങ്ങനെ തന്നെ തുടരും എന്ന് യോഗി പ്രഖ്യാപിച്ചിരുന്നു. സയോനി ഘോഷിനും ഇപ്പോൾ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായി എന്നാണ് അവരുടെ ശരീരഭാഷയും വർത്തമാന ഭാഷയും സൂചിപ്പിക്കുന്നത്. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക്
10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.